ഇടുക്കി മറയൂർ കാന്തല്ലൂർ ജനവാസ മേഖലയിൽ നിന്നും മാറാതെ കാട്ടാനകൾ. നിരവധി വിനോദസഞ്ചാരികൾ താമസിച്ചിരുന്ന റിസോർട്ടുകളുടെ പരിസരത്തു കൂടിയാണ് കാട്ടാനകൾ ഇറങ്ങുന്നത്. ജോസൽ സെബാസ്റ്റ്യൻ വിവരങ്ങളുമായി ചേരുകയാണ്. ജോസൽ, എന്താണ് ഇപ്പോഴും കാട്ടാനകൾ അവിടെ തുടരുകയാണോ? എന്താണ് ഒരു സാഹചര്യം, എങ്ങനെയാണ്? അഞ്ജന, കുറേ നാളുകളായി ഇത്തരത്തിൽ പരാതി ആ ഭാഗത്തുണ്ട്. ഈ കാന്തല്ലൂർ, മറയൂർ, ഈ വൃന്ദാവൻ മലനിരകളിലുള്ള റിസോർട്ടുകളുടെ പരിസരത്തോടു കൂടി അവിടെ നിരവധി കൃഷി ഇടങ്ങളുണ്ട്. ആപ്പിൾ, അതുപോലെ തന്നെ സബർജിൽ, അതുപോലെ കുരുളക്കിഴങ്ങ് അടക്കമുള്ള കൃഷികൾ ഉള്ള ഒരു പ്രദേശമാണ്. അതുപോലെ തന്നെ വിനോദസഞ്ചാരികൾ താമസിക്കുന്ന ധാരാളം റിസോർട്ടുകളും ഉള്ള പ്രദേശമാണ്. ധാരാളം ജനവാസ കേന്ദ്രങ്ങളുമുണ്ട്. ആ പ്രദേശത്തോടു കൂടി നിരന്തരമായി ആനകളുടെ കൂട്ടം ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ജനങ്ങളുടെ പ്രതിഷേധം വർദ്ധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെയും അവിടുത്തെ ആളുകളുടെയും എല്ലാ നേതൃത്വത്തിൽ ഈ ആനകളെ കാട്ടിലേക്ക് ഓടിച്ചു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 5ഓളം കാട്ടാനകളെ കാട്ടിലേക്ക് തുരുത്തി ഓടിച്ചു എന്നാണ് വനംവകുപ്പ് അവകാശപ്പെടുന്നത്. പക്ഷേ വീണ്ടും ആ ഓടിച്ച ആനകൾ വീണ്ടും അതിൽ 2 ആനകളാണ് ഇപ്പോൾ തിരിച്ചെത്തി വ്യാപകമായി കൃഷിനാശം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ധാരാളം വിനോദസഞ്ചാരികൾ താമസിക്കുന്ന പ്രദേശമാണ്. ഈ റിസോർട്ടുകളിലെല്ലാം ഈ വരുന്ന ആളുകൾക്ക് ഈ ആന ഈ പരിസരത്തോട് നടക്കുന്നതൊക്കെ ഒരു കൗതുക കാഴ്ചയാണെങ്കിലും ഈ റിസോർട്ടിന് വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇതുമൂലം ഉണ്ടാകുന്നുണ്ട്. ഇത് വ്യാപകമായ, അതുപോലെ കൃഷി, സാധാരണക്കാർ കൃഷി ചെയ്യുന്ന ആപ്പിൾ, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, സബർജിൽ അടക്കമുള്ള കൃഷികൾ ഈ ആന ചവിട്ടിയും അതുപോലെ തിന്നുമൊക്കെ ആയിട്ട് നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ജനങ്ങൾ വളരെ ദുരിതത്തിലാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയ പ്രതിഷേധം ഈ മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. ജനങ്ങളുടെ പ്രതിഷേധത്തോളം അടുത്തുകൂടിയാണ് ആന കടന്നു പോകുന്നത്. അത് എത്രത്തോളം ഭീതി ഉണ്ടാക്കുന്നതാണ് എന്നതൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ജോസൽ സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പ്രദേശത്ത് ഇപ്പോഴും ആന തുടരുന്ന ഒരു പശ്ചാത്തലമൊക്കെയാണുള്ളത്.